തിരൂർ മംഗലം ചേനറയിൽ കടന്നൽ കുത്തേറ്റ് 6 കുട്ടികളുൾപ്പെടെ ഒട്ടേറെ പേർക്ക് പരിക്ക്. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 1:30 സംഭവം. കളിക്കുകയായിരുന്ന കുട്ടികളും കാൽനട യാത്രക്കാരുമാണ് കടന്നൽ ആക്രമണത്തിന് ഇരയായത്. പരിക്കേറ്റവരെ തിരൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് കുട്ടികളെ കരച്ചിലായിട്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് എന്താണ്, നായ എന്തെങ്കിലും വന്നിട്ട് അല്ലെ കളിക്കുകയെന്ന് ആദ്യം വിചാരിച്ചത്. പിന്നെ വിചാരിച്ച് നായ വന്നാൽ അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞങ്ങൾ പുറത്തിറങ്ങി നോക്കിയത്. പക്ഷെ അപ്പോഴാണ് അവരെ കൂടെ ചിരുന്ന വലിയ ആൾക്കാരും ചെറിയ കുട്ടികളൊക്കെ കൂടെ കരയുന്നത് സൗണ്ട് കേട്ടത്. അപ്പോൾ പിന്നെ അവിടെ ചെറിയ കുട്ടി ഞങ്ങൾ വീട്ടിലേക്ക് ഓടി വന്നപ്പോൾ കടന്നിൽ ഒന്നായിട്ട് അവൻ്റെ പിന്നാലെ വരുന്നത്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് തന്നെ പോയിക്കോന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഓടി. പക്ഷേ ഇങ്ങോട്ട് വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഒന്നും കാട്ടാൻ പറ്റില്ല, ചെറിയ കുട്ടികളുള്ളതല്ലേ. അപ്പോൾ പിന്നെ ഞങ്ങൾ കുറേ കഴിഞ്ഞാൽ ഫയർ ഫോഴ്സിനൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് കടന്നലിന് ഞങ്ങൾക്കൊന്നും കാട്ടാൻ പറ്റില്ലെന്നാണ് പറഞ്ഞത്. പുറത്തൂർ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷമാണ് തിരൂരിലേക്ക് ഇവരെ മാറ്റിയത്. കടന്നലുള്ള വിവരം അറിഞ്ഞിരുന്നില്ലെന്നാണ് ഗ്രാമപഞ്ചായത്ത് അംഗം ഇബ്രാഹിം ചേനറ പറയുന്നത്. കടന്നലിലുള്ള വിവരം നമ്മൾ ആദ്യം അറിയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് പരുന്ത് കുത്തിയപ്പോൾ സ്പ്രെഡ് ചെയ്ത് പോയതാണെന്ന് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് ഈ കുട്ടികളൊക്കെ കുത്താനുള്ള കാര്യം ഉണ്ടായിട്ടുള്ളത്. അത് നശിപ്പിക്കാനുള്ള ഏർപ്പാടിന് വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം എത്ര പേർക്ക് കുത്തിയിട്ടുണ്ട്? എത്രയും ഒരു 9 പേര് കുട്ടികളാണ് കൂടുതലുള്ളത്. 6 കുട്ടികളുണ്ട്. കടന്നൽ ഇഷ്ടംപോലെ ഉണ്ടാവും. ഇപ്പോൾ 2-3 പ്രാവശ്യം ഇപ്പോൾ വയനാട് പല ഭാഗങ്ങളായിട്ട് കടന്നുണ്ടായി. ഇതിന് മുമ്പ് കടന്നൽ കുത്തിയിട്ട് ഓടിയിട്ട് ഒരാൾ വീണ്ടും ശിവൻ തന്നെ തച്ചപ്പുറം ശിവൻ തന്നെ ആൾ അവിടെ ആക്രമണത്തിന് മരണപ്പെട്ടു. ഇപ്പോൾ അതിപ്പോൾ ഒരു കൊല്ലായി. പിന്നെ ഇപ്പോൾ 1 മാസം മുമ്പിട്ടാണ് ഇപ്പോൾ ഒരു കടന്നൽ കുടുംബം നശിപ്പിച്ചാണ്. വേറൊന്ന് പ്രൈവറ്റ് പാർട്ടിനെ വേറെ നശിപ്പിച്ചു. പിന്നെ ഇപ്പോൾ പരുത്തിപ്പാതിൻ്റെ ഇറക്കിലൊരു കടന്നൽ കൂടെ ഉണ്ടായിട്ട് അത് അവർ നശിപ്പിച്ചു രാത്രി വന്നിട്ട്. കടന്നൽ കൂടി സ്പ്രെഡ് ചെയ്ത് വരികയാണ് ഇപ്പോൾ നമ്മുടെ പഞ്ചായത്തിൽ. കുട്ടികൾക്കും മുതിർന്നവർക്കും മുഖത്തും തലയിലുമാണ് പ്രധാനമായും കുത്തേറ്റിട്ടുള്ളത്. അപ്രതീക്ഷിതമായി കൂടിളകി പറന്നെത്തിയ കടന്നലുകൾ കുത്തിയതോടെ കുട്ടികൾ ചിതറിയോടി. ഇവരുടെ കൂട്ട നിലവിളിക്കേട്ട് സംഭവം അറിയാതെ എത്തിയവരും ആക്രമണത്തിൽ അകപ്പെടുകയായിരുന്നു. ഈ ചാനൽ ന്യൂസ് തിരൂർ. ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ്, കാലിക്കറ്റ് റോഡ്, വളാഞ്ചേരി മെയിൻ റോഡ്.